ഹലോ എവ്രിവൺ, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ കാവേരി സുദേശ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വിക്ടിംസ് അറിയരുത് എന്ന് വിചാരിച്ച് ഒരു നാർസിസിസ്റ്റ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സീക്രട്ട് എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ്. ഇത് തന്നെയാണ് ഒരു നാർസിസ്റ്റിനെതിരെയുള്ള മോസ്റ്റ് പവർഫുൾ വെപ്പൺ എന്ന് പറയുന്നത്. ഞാൻ ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. വേറൊന്നുമല്ല, ഒന്നാമത്തെ സീക്രട്ട് എന്ന് പറയുന്നത് ദ ഇല്യൂഷൻ ഓഫ് പവർ എന്നുള്ളതാണ്. ഒരുപക്ഷെ പല കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യം തന്നെ ആയിരിക്കും. അതായത് നാർസിസ്റ്റുകൾ പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടും കോൺഫിഡന്റ് ആയിട്ടും കൺട്രോളിങ് ബിഹേവിയർ കാണിക്കുന്നവരായിട്ടും ഒക്കെയാണല്ലോ നമുക്ക് തോന്നുന്നത്. പക്ഷെ ഇത് അവരണിഞ്ഞിരിക്കുന്ന ഒരു മാസ്ക് ആണ്. ശരിക്കും പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ വേർഡ് മീനിങ് മാസ്ക് എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവര് കാണിക്കുന്ന ഈ ഒരു കൺട്രോളിങ് ബിഹേവിയറും ഇവര് പുറമേ കാണിക്കുന്ന ഈ ഒരു സെൽഫ് കോൺഫിഡൻസും ഒക്കെ ഇവർ അണിഞ്ഞിരിക്കുന്ന ഒരു മാസ്ക് ആണ്. ഇവരുടെ ഉള്ളിൽ ഇവർ ഹൈലി ഇൻസെക്യൂർ ആണ്. അപ്പൊ ഇവരുടെ ഉള്ളിൽ ഒരു ഷെയിമും ഇൻസെക്യൂരിറ്റിയും എംപ്റ്റിനെസ്സും ഒന്നും പുറത്തു വരാതിരിക്കാനാണ് അവർ ഇത്തരത്തിലുള്ള ഒരു മാസ്ക് അണിഞ്ഞ് നടക്കുന്നത്. അതിനു വേണ്ടി തന്നെയാണ് അവർ പലതരത്തിലുള്ള മാനിപ്പുലേഷൻ ടാക്ടിക്സും ഉപയോഗിക്കുന്നത്. അത് ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അവർ പല മാനിപ്പുലേഷൻ ടാക്ടിക്സും ഉപയോഗിച്ച് അവരുടെ ഇൻസെക്യൂരിറ്റി മറച്ചു വെക്കുന്നത് എന്നുള്ളതിനെ പറ്റി. ഇനി രണ്ടാമത്തെ സീക്രട്ട് എന്നുള്ളത് നാർസിസ്റ്റ് ആർ ഫ്രജൈൽ ഇൻസൈഡ് എന്നുള്ളതാണ്. അതായത് നമ്മൾ വിചാരിക്കുന്ന നാർസിസ്റ്റുകൾക്ക് ഒരു ഹൈ ഈഗോയാണ്. പലരും പറയാറുള്ളതാണ്, വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ ആക്ച്വലി അവരുടെ ഈഗോ എന്ന് പറയുന്നത് ഫ്രജൈൽ ഈഗോ ആണ്. നമ്മൾ തൊട്ടാൽ പൊട്ടുന്ന രീതിയിലുള്ള ഈഗോയാണ്. അതല്ലേ എന്തെങ്കിലും യു എന്ന് പോയിന്റ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ അവരുടെ മേലേക്ക് നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർ ഇൻസെക്യൂർ ആവും, അവരുടെ ഈഗോ ഹേർട്ട് ആവും, അവർ റിയാക്ട് ചെയ്യും. ഇതിന്റെ അർത്ഥം ഒരു ഹെൽത്തി ഈഗോ അവർക്ക് ഉണ്ടെന്നല്ല, ഫ്രജൈൽ ഈഗോ ആയതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ റിയാക്ട് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കാൻ നമ്മൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി. നാർസിസ്റ്റുകൾക്ക് ഒരു കോൺസ്റ്റന്റ് സപ്ലൈ എപ്പോഴും ആവശ്യമാണ്. നമ്മളെ നാർസിസ്റ്റിക് സപ്ലൈ എന്ന് പറയും. എന്താണ് നാർസിസ്റ്റിക് സപ്ലൈ? അവരെപ്പോഴും നമ്മളെ അക്നോളജ് ചെയ്തുകൊണ്ടിരിക്കണം. അവർ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ എപ്പോഴും കാണുക, ശ്രദ്ധിക്കുക, ഒരു അറ്റൻഷനും വാലിഡേഷനും കൊടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ അവരെപ്പോഴും റെസ്പെക്ട് ചെയ്യുക. പല നാർസിസ്റ്റുകളും നമ്മുടെ അടുത്ത് സെഷനിൽ വരുമ്പോൾ പറയുന്നതാണ്, ഇവരെന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ല, ഞാനൊരു ഫാദർ അല്ലേ, അല്ലെങ്കിൽ ഞാനൊരു അമ്മയല്ലേ, എന്നിട്ട് എന്നെ ഇവർ റെസ്പെക്ട് ചെയ്യുന്നില്ല. അത് നോർമലി ഒരു റെസ്പെക്ട് അല്ല കേട്ടോ ഇവര് പറയുന്നത്. ഇവര് വെച്ചിരിക്കുന്നത് ഒരു അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ആണ്. അത്രയും റെസ്പെക്ട് ആർക്കും കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് എപ്പോഴും എപ്പോഴും ബഹുമാനിച്ചുകൊണ്ടിരിക്കുക, ഓരോ പോയിന്റിലും അവരടുത്ത് ബഹുമാനം എക്സിബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് പോസിബിൾ അല്ലല്ലോ. അതൊരു അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ആണ്. അപ്പൊ ഇവര് സ്ഥിരമായിട്ട് പറയുന്നൊരു കംപ്ലൈന്റ് ആണ്, എന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ല, ഞാൻ എന്തെല്ലാം എഫേർട്ട് ഇടുന്നു അതിനെ വാലിഡേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ വീട്ടിൽ എപ്പോഴും അത്തരത്തിൽ വാലിഡേറ്റ് ചെയ്യാന്നുള്ളതൊന്നും നോർമലി ഒരു ഫാമിലിയിൽ നടക്കുന്ന കാര്യമില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഒട്ടും വാലിഡേഷൻ വേണ്ടെന്നോ വാലിഡേഷൻ എക്സ്പെക്ട് ചെയ്യുന്നവരെല്ലാവരും നാർസിസിസ്റ്റുകളാണെന്നോ ഒന്നുമല്ല. പക്ഷെ ഇത്തരത്തിലുള്ള വ്യക്തികൾ ഒരു അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ആണ് വെക്കുന്നത്. എപ്പോഴും അവരുടെ എഫേർട്സിനെ നമ്മൾ കണ്ടോളണം, വാലിഡേറ്റ് ചെയ്തോളണം, എപ്പോഴും റെസ്പെക്ട് കിട്ടിക്കൊള്ളണം എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ their self worth is attached to external validation. അവരുടെ സെൽഫ് വർത്ത് എന്നുള്ളത് എക്സ്റ്റേണൽ വാലിഡേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പുറത്തുനിന്നുള്ളവർ എപ്പോഴും നീ നല്ലതാണ്, നീ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് ഇവര് നല്ലതാണെന്നുള്ള ഒരു തോന്നൽ അവർക്ക് ഉണ്ടാവുന്നുള്ളൂ. അവർ എക്സ്റ്റേണൽ വാലിഡേഷനും അക്നോളജ്മെന്റും അറ്റൻഷനും ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഇവരെ കൊണ്ട് കൊള്ളില്ല, ഇവര് നല്ലതല്ല എന്നുള്ളൊരു ഇൻസെക്യൂരിറ്റി ആണ് ഇവർക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അവർ ഈ ഒരു എക്സ്റ്റേണൽ വാലിഡേഷൻ, ഈ ഒരു നാർസിസ്റ്റിക് സപ്ലൈ അവരുടെ ഒരു നീഡായിട്ട് മാറുന്നത്. അപ്പൊ നാർസിസ്റ്റുകൾ പേടിക്കുന്ന കാര്യം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലാത്ത, അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ അവരെ ഇഗ്നോർ ചെയ്യുന്നത്. അവർക്ക് ഈ രീതിയിൽ അറ്റൻഷനും വാലിഡേഷനും ഒന്നും കൊടുക്കുന്നില്ല, പകരം നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നേ ഇല്ല, ഇഗ്നോർ ചെയ്യുകയാണ്. രണ്ടാമത്, അവരുടെ ഇൻസെക്യൂരിറ്റീസ് എക്സ്പോസ് ചെയ്യപ്പെടുന്നത്. അവരുടെ ഉള്ളിൽ അവർ കൊള്ളില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ് എന്നുള്ളതും, അവരുടെ അബാൻഡൻമെന്റ് ഫിയർ, ഇത്തരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഒക്കെ പുറത്തേക്ക് വരുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മൂന്നാമത്തത്, യു ബിക്കമിങ് സെൽഫ് കോൺഫിഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ്. വിക്ടിം ആയിട്ടുള്ള വ്യക്തി സെൽഫ് കോൺഫിഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് ആകുന്നതും ഇവരെ സംബന്ധിച്ച്, നാർസിസ്റ്റുകളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ വിക്ടിംസ് ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് അവർക്ക് ഈ മാനിപ്പുലേഷനും അബ്യൂസും ഒക്കെ കാണിക്കാനും അവർ സുപ്പീരിയർ ആണെന്നുള്ള ഒരു ഫീലിംഗിൽ അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അവര് ഷാറ്റേർഡ് ആയി പോകും. ഇനി ഞാൻ കിടക്കുന്ന ഒരു സെഷൻ അവരെങ്ങനെയാണ് ഈ സീക്രട്സ് ഹൈഡ് ചെയ്യുന്നത്, നമ്മുടെ മുന്നിൽ ഇത് കാണിക്കാതെ പല രീതിയിലുള്ള മാനിപ്പുലേഷൻ ടാക്ടിക്സ് യൂസ് ചെയ്ത് അവരെങ്ങനെ ഇത് ഹൈഡ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയാണ്. അതിനു മുമ്പ് ഞാനൊരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊരു ഇമോഷണൽ ഹീലിംഗ് വർക്ക്ഷോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു 10 days ട്രാൻസ്ഫർമേഷണൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.
അതായത് ഒരുപാട് നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിലൊക്കെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയാറുള്ളതാണ് അവർക്ക് ആവശ്യം, അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നത് ഇമോഷണൽ ഹീലിംഗ് വേണം എന്നുള്ളതാണ്. അവർക്ക് പാസ്റ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരുപാട് മുറിവുകൾ, നമ്മുടെ മനസ്സിനേറ്റിട്ടുള്ള മുറിവുകൾ, ഇമോഷണൽ വൂൺസ് എന്നോ സൈക്കോളജിക്കൽ വൂൺസ് എന്നോ ഒക്കെ പറയാം, അത് നമുക്ക് ഹീൽ ചെയ്യാൻ സാധിക്കണം എന്നുള്ളത്. കാരണം പലപ്പോഴും നമ്മുടെ ഇത്തരത്തിലുള്ള ഇമോഷണൽ വൂണ്ടുകളാണ് നമ്മുടെ ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് നിന്ന് ഒരു മോശപ്പെട്ട റിയാക്ഷൻ വരാൻ കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള ഇമോഷണൽ വൂൺസ് ആണ്. ഒരു കാര്യം ആലോചിച്ചാൽ മനസ്സിലാവും, ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷനോട് മാത്രമല്ല പലപ്പോഴും പ്രതികരിക്കുന്നത്. പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയുക എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്ന് മുതലുള്ള വൂണ്ടുകൾ നമ്മൾ കൊണ്ട് നടക്കുകയാണ്. ഇതൊന്നും ഹീൽ ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മൾ ഫിസിക്കൽ വൂണ്ടുകൾ വരുമ്പോൾ ശരീരത്തിന് ഏൽക്കുന്ന മുറിവുകൾ നമ്മൾ പ്രാധാന്യത്തോടു കൂടി കാണുകയും ചിലപ്പോൾ നമ്മൾ മരുന്ന് വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് ഉണങ്ങി പോകുന്നത് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ മനസ്സിനെ ഇട്ടിട്ടുള്ള മുറിവുകൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് എയ്ഡും അതിന് കൊടുത്തിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് ഒന്നും കൊടുക്കാതെ നമ്മുടെ സൈക്കോളജിക്കൽ വൂണ്ടും ഉണങ്ങില്ല. അപ്പൊ അതിനെ അഡ്രസ് ചെയ്യാന്നുള്ളതും അതൊരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോവാന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഇമോഷണൽ പെയിൻ അനുഭവിക്കുന്നുണ്ട്, പണ്ട് മുതൽ ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ നിങ്ങളുടെ മനസ്സിനെ ഏറ്റിട്ടുണ്ട്, അത് ഹീൽ ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് ആക്സസ് ചെയ്യാവുന്നതാണ്. വളരെ ചുരുങ്ങിയ ഒരു ഫീസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 499 റുപ്പീസ് മാത്രമാണ് ഈ ഒരു കോഴ്സിന് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഒരു സൈക്കോതെറാപ്പി ഒക്കെ എടുക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. നമുക്കറിയാം കേരളത്തിൽ ഒരു സൈക്കോതെറാപ്പി സെഷൻ എന്ന് പറയുമ്പോൾ 1000 to 5000 റേഞ്ചിൽ പെർ സെഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ ഒരു 10 സെഷൻസ് എന്നൊക്കെ പറയുമ്പോൾ മിനിമം 10,000 റുപ്പീസ്, 1000 റുപ്പീസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താലും 10,000 റുപ്പീസ് വരും. അപ്പൊ 499 റുപ്പീസിന് നമ്മൾ ഇത് അവൈലബിൾ ആക്കുന്നുവെങ്കിലും നിങ്ങൾ വിചാരിക്കരുത് ഇത് ജസ്റ്റ് 499 റുപ്പീസിന്റെ ഒരു പ്രോഗ്രാം ആണെന്ന്. ആക്ച്വലി അല്ല. ഒരു 10 സെഷൻസ് നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിന് അടുത്ത് എടുത്താൽ എത്രത്തോളം വാല്യൂ കിട്ടുമോ ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാം ആണ്. പക്ഷെ നമ്മളുടെ ഒരു മെഷീൻ തെറപ്പി എടുക്കാൻ പറ്റാത്തവർക്കും ഇത് ആക്സസിബിൾ ആയിരിക്കണം. എന്തെങ്കിലും ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകാൻ അവർക്ക് കഴിയണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ചെറിയ ഫീസിൽ ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ജസ്റ്റ് ഒരു പിസ്സ കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു കുഴിമന്തി കഴിക്കാനായിട്ട് നമ്മൾ ചെലവാക്കുന്ന ഒരു പ്രൈസിൽ 10 ഡേയ്സിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്ന രീതിയിലാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിലൂടെ പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഇതുപോലെ ഒരു ബൈ നൗ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അവിടെ ബൈ നൗ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ്, നെയിം, ഇമെയിൽ, ഫോൺ നമ്പർ, വാട്സപ്പ് നമ്പർ ഒക്കെ കൊടുക്കാവുന്നതാണ്. എന്നിട്ട് പ്രൊസീഡ് ടു പേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 499 പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ബൈ നൗ കൊടുത്ത് കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ളൊരു ഇമെയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ പേയ്മെൻറ്റ് കൺഫർമേഷൻ പേജിലും ലോഗിൻ ചെയ്യാനായിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലാണെങ്കിൽ വിസിറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ലിങ്കിൽ, ഫസ്റ്റ് തന്നിരിക്കുന്ന ലിങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും ലോഡ് ആവുന്നത്. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നമ്പറിലേക്ക് ഒരു OTP വരും. അപ്പോൾ OTP കൊടുത്തതിന് ശേഷം ഈ ഒരു പേജിലേക്കായിരിക്കും റീഡയറക്റ്റ് ചെയ്യുന്നത്. ഇതിൽ താഴെ കോഴ്സസ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് എടുത്താൽ നമ്മുടെ വർക്ക്ഷോപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോ ഡേയ്സിലും ഓരോ വീഡിയോസ് ആണ്. അപ്പോൾ ഡേ 1 നമുക്ക് വൈ ഹീലിംഗ് മാറ്റേഴ്സ്, ദെൻ അൺമാസ്കിംഗ് ദ പെയിൻ, എന്തൊക്കെയാണ് നിങ്ങളുടെ ഇമോഷണൽ വൂൺസ് എന്നുള്ളത് അതിനകത്ത് വരുന്നു. പിന്നെ ഇമോഷണൽ വൂണ്ട് നമ്മുടെ ലൈഫിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഡേ 3. പിന്നെ ദ സൈക്കോളജി ഓഫ് ഹോൾഡിംഗ് ഓൺ, നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇമോഷണൽ വൂണ്ടുകൾ കൊണ്ട് നടക്കുന്നത്, അതിൻ്റെ പിന്നിലുള്ള സൈക്കോളജി. ഡേ 5 ദ സയൻസ് ഓഫ് ലെറ്റിംഗ് ഗോ. ഡേ 6 നമ്മൾ പ്രസന്റിൽ നമ്മളുടെ ഇമോഷണൽ വൂൺസ് എങ്ങനെ ട്രിഗർ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഡേ 7 ഇമോഷണൽ ട്രിഗേഴ്സിനെ മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ഡേ 8 ബിൽഡിംഗ് ഇമോഷണൽ സ്ട്രെങ്ത്. ഇനി ഫർദർ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും വൂണ്ടുകൾ കിട്ടാതിരിക്കാൻ വേണ്ടി ഇമോഷണൽ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഡേ 9 ഒരു ന്യൂ ലൈഫ്, നമുക്കൊരു സമാധാനപരമായിട്ടുള്ള പുതിയൊരു ലൈഫ് എങ്ങനെ ലീഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഡേ 10 നമ്മുടെ ഹീലിംഗ് ജേർണി എങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം, ദ പാത്ത് എഹെഡ് എന്നുള്ളതാണ്. ആക്ച്വലി ഇതൊരു വെബിനാറിനേക്കാളും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ അപ്പൊ അടുത്തൊരു പാർട്ടിലേക്ക് കടക്കാണ്. എങ്ങനെയാണ് നാർസിസിസ്റ്റുകൾ ഈ സീക്രട്സ് ഹൈഡ് ചെയ്ത് വെക്കുന്നത്? അതിൽ ഒന്നാമത്തെ ഒരു മാനിപ്പുലേഷൻ ടെക്നിക്ക് എന്നുള്ളത് ഗ്യാസ് ലൈറ്റിംഗ് ആണ്. അതായത് നിങ്ങൾക്കൊരു സെൽഫ് ഡൗട്ട് ഉണ്ടാക്കുക, നിങ്ങളുടെ മെമ്മറിയുടെ പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന്റെ പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റ് ശരിയല്ല, ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടാകുമ്പോൾ
എന്താ സംഭവിക്കുക, അവരുടെ മേലെന്താ ഫോക്കസ് പോയി, നിങ്ങളുടെ മേലാണ് ഇപ്പൊ ഫോക്കസ്. അതുകൊണ്ട് തന്നെ അവരുടെ ഇൻസെക്യൂരിറ്റീസ് പുറത്തേക്ക് വരില്ല. അവർക്ക് സേഫ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഇരിക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തത് ബ്ലെയിം ഷിഫ്റ്റിംഗ്. ഇവിടെ ഫോൾട്ട് എപ്പോഴും നിങ്ങളുടേതാണ്. അവരെന്ത് കാര്യം ചെയ്താലും നീ അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ എനിക്ക് നിന്നെ തല്ലേണ്ടി വന്നത്, എല്ലാത്തിലും ഫോൾട്ട് നമ്മുടെ മേലായിരിക്കും. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഷിഫ്റ്റിംഗ് ദ ഫോക്കസ് ആണ് അല്ലേ, ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മേലല്ല ഫോക്കസ്, വിക്ടിമിന്റെ മേലേക്ക് ഫോക്കസ് വരുന്നു, അവരുടെ ഇൻസെക്യൂരിറ്റീസ് പുറത്തു വരാതിരിക്കുന്നു. ഇനി മൂന്നാമത്തത് ട്രയാങ്കുലേഷൻ. ട്രയാങ്കുലേഷനിൽ എന്താ സംഭവിക്കുക, നമ്മൾ രണ്ടുപേരും അല്ലാതെ പുറത്തുനിന്ന് വേറൊരു തേർഡ് പേഴ്സൺ അതിനകത്തേക്ക് കൊണ്ടുവരാണ് കോൺവെർസേഷനിലൂടെ. ഫോർ എക്സാമ്പിൾ, എന്റെ എക്സ് പാർട്ട്ണർ ഒരിക്കലും എന്റെ അടുത്ത് ഈ രീതിയിൽ സംസാരിച്ചിട്ടില്ല. അല്ലെങ്കിൽ ചിലര് പറയുന്ന ഒരു കാര്യമാണ്, നിന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും നിന്നെ പറ്റി ഈ അഭിപ്രായം തന്നെയാണ്. ഇനി അതും അല്ലെങ്കിൽ ചിലര് പറയുന്നതാണ്, നിന്റെ കൊളീഗ്സിന് പോലും നിന്നെ സഹിക്കാൻ പറ്റുന്നില്ല, നിനക്ക് ഒട്ടും ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാത്ത ആളാണെന്ന് നിന്റെ വർക്ക് പ്ലേസിലുള്ളവർക്ക് പോലും അറിയാം. അപ്പൊ ഈ രീതിയിൽ ഒരു തേർഡ് പേഴ്സണെ അതിനകത്തേക്ക് ഇൻവോൾവ് ആക്കുമ്പോൾ നമ്മുടെ ഫോക്കസും നമ്മുടെ ദേഷ്യം ആ ഒരു തേർഡ് പേഴ്സണോടാവും. നിന്റെ അമ്മയ്ക്കും ഇതേ അഭിപ്രായം തന്നെയാണ്, നീ മോശക്കാരിയാണെന്നുള്ളത് നിന്റെ അമ്മ സമ്മതിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ അമ്മയോടായിരിക്കുമല്ലോ ദേഷ്യം തോന്നുക. അപ്പൊ ആ രീതിയിൽ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഇവര് സേഫ് ആയിട്ട് ഇരിക്കാൻ അവർക്ക് സാധിക്കും. ഇനി നാലാമത്തത് സൈലന്റ് ട്രീറ്റ്മെന്റ്. സൈലന്റ് ട്രീറ്റ്മെന്റിൽ എന്താ ചെയ്യുക, അവര് മിണ്ടാതിരിക്കുമ്പോൾ വിക്ടിം ഇവരുടെ പുറകെ പോവുക, അപ്പോളജൈസ് ചെയ്യുക, അവർക്ക് വേണ്ട വാലിഡേഷൻ കൊടുക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോഴും നമ്മൾ ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യാതെ നമ്മൾ അവരെ ചേസ് ചെയ്ത് ഇങ്ങനെ പുറകെ നടക്കുക, അവരെ പ്ലീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതിലേക്ക് നമ്മുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യപ്പെടും. അവരുടെ ഇൻസെക്യൂരിറ്റീസ് എക്സ്പോസ് ചെയ്യുന്നതിലേക്കും അവരെ കുറ്റപ്പെടുത്തുന്നതിലേക്കും നമുക്ക് പോകാൻ പറ്റില്ല. ഈ രീതിയിലൊക്കെയാണ് അവരവരുടെ ഇൻസെക്യൂരിറ്റീസ് ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് അവര് കാണിക്കുന്നത് ഒരു ഫേക്ക് ആയിട്ടുള്ള സെൽഫ് കോൺഫിഡൻസ് ആണ്, യഥാർത്ഥത്തിൽ അവരത്ര കോൺഫിഡന്റോ ഹൈ സെൽഫ് എസ്റ്റീം ഉള്ളവരോ ഒന്നും അല്ല എന്ന് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ പേടിക്കാതെ മുന്നോട്ട് പോകാനും, ഒരു ട്രോമ ബോണ്ടിങ്ങിലാണ് നമ്മളെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാനും ഒക്കെ ഈ റിയലൈസേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുക, നമ്മുടെ ഇൻഡിപെൻഡൻസിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇമോഷണൽ ഹീലിംഗിന്റെ കോഴ്സ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. താല്പര്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്, എന്നിട്ട് കോഴ്സ് ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള യൂസ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടിയിട്ടും സൈക്കോളജി റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ഫ്രം അവർ ചാനൽ. താങ്ക് യു.